വിലക്കുറവിന്റെ ഫ്രീ കിക്കുമായി മലപ്പുറത്ത് ആവേശം തീർക്കാൻ 2 days ഡേ ആൻഡ് നൈറ്റ് സെയിലുമായി മയൂരി വീണ്ടും എത്തുന്നു. ഈ വരുന്ന ഡിസംബർ 21, 22 തീയതികളിൽ വിലക്കുറവിന്റെ മേളയിൽ ഗോളടിക്കാൻ മയൂരി, തിരൂർ, പെരിന്തൽമണ്ണ, എടക്കര. വഴിക്കടവ് പഞ്ചായത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപിക്കുന്ന പ്രതിപക്ഷം രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടിയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ UDF അംഗങ്ങൾ നടത്തിയ സമരം വൈസ് പ്രസിഡന്റിന്റെ അഴിമതി മറച്ചുവെക്കാനാണെന്ന തരത്തിൽ CPM നടത്തുന്ന പ്രചരണം അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഭേദഗതി അട്ടിമറിക്കാൻ സെക്രട്ടറി നടത്തിയ നീക്കത്തിനെതിരെയാണ് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ സമരം നടത്തിയതെന്നും ഇവർ പറഞ്ഞു. ഞങ്ങൾ ഇന്നിവിടെ വരാൻ തന്നെ ഉണ്ടായ കാരണം കഴിഞ്ഞ ദിവസം CPMന്റെ മെമ്പർമാർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടത്തിയ പത്രസമ്മേളനത്തിനെ അനുബന്ധിച്ചാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ UDFന്റെ ഒരു സമരം ഞങ്ങൾ നടത്തിയിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളാണ് അവർ ഈ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞത് എൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് തന്നെ അറിയാം. പക്ഷേങ്കിൽ ആ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഈ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. കൃത്യമായിട്ട് അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ബോർഡ് തീരുമാനപ്രകാരം നടത്തുന്ന ഓരോ പദ്ധതികളും ബോർഡിൽ നിന്ന് തീരുമാനം കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴത്തേക്കും അത് മാറ്റിമറിച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചർച്ചയിലൂടെ വന്നുകൊണ്ട് ഇപ്പോൾ സമരത്തിലേക്ക് വരെ പത്രസമ്മേളനം വരെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആ കാര്യങ്ങളുടെ ഇവർ വിമർശിച്ചിട്ട് എല്ലാ കാര്യങ്ങളുടെയും കൃത്യമായ ഡീറ്റെയിൽസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളെ രേഖാമൂലം രേഖപ്പെടുത്തി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്നു. സമിതി അംഗങ്ങൾ സെക്രട്ടറിക്കെതിരെ നടത്തിയിട്ടുള്ള സമരം അത് വൈസ് പ്രസിഡന്റിൻ്റെ അഴിമതി മറച്ചു വയ്ക്കാനാണ് എന്ന രൂപത്തിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇത് പത്രസമ്മേളനം നടത്തിയത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 4 വർഷം പിന്നിടുകയാണ്. ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ലാതെ വഴിക്കടവിൻ്റെ വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് വഴിക്കടവ് പഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷത്തിൽ ഭരണസമിതി അവിടെ മുന്നോട്ട് പോകുന്നത്. മറ്റ് സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഭരണസമിതിക്കുള്ളിൽ 23 മെമ്പർമാർക്കിടയ്ക്ക് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടോ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം സെക്രട്ടറിക്കെടുത്ത് നടത്തിയ ഒരു സമരം ഒരുപാട് സെക്രട്ടറിമാർ വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കടന്നുപോയി. പക്ഷേ ഈ സെക്രട്ടറി വഴിക്കടവ് പഞ്ചായത്തിലേക്ക് വന്നത് തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവും ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭർത്താവും കൂടിയായ നിലമ്പൂർ BDOയാണ് വഴിക്കടവ് പഞ്ചായത്തിലെ അധിക ചുമതല നൽകി നിയമിച്ചിട്ടുള്ളത്. ആ നിയമിച്ചത് തന്നെ വഴിക്കടവിലെ വാർഡ് വിഭജനം LDFന് CPMന് അനുകൂലമാക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് BDOയെ നിയമിച്ചത്. ആ മൂപ്പരുടെ ആ ലക്ഷ്യം എന്താണോ ആ അവതാര ലക്ഷ്യം കൃത്യമായി BDO നിർവഹിച്ച് അതിനെതിരെ ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോയി. അതല്ല ഇവിടുത്തെ വിഷയം. വഴിക്കടവ് പഞ്ചായത്തിൻ്റെ പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ പഞ്ചായത്തുകളുടെ 24-25 വാർഷിക പദ്ധതി ഭേദഗതിക്ക് വേണ്ടി ഡേറ്റ് തീരുമാനിക്കുകയും 3/12/2023 വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായി ആ ഭേദഗതി അംഗീകരിക്കുകയും 6-ാം തീയതി നടന്ന DPCയിൽ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിലേക്ക് ഈ ഭേദഗതി കൃത്യസമയത്ത് പോകാൻ കഴിഞ്ഞില്ല. 16-ാം തീയതി നടന്ന DPC യോഗത്തിലേക്കും വഴിക്കടവ് പഞ്ചായത്തിൻ്റെ പദ്ധതി ഭേദഗതികൾ പോകാതെ വന്ന സാഹചര്യത്തിൽ അതിന് ഉത്തരവാദിയായ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDFൻ്റെ മെമ്പർമാർ സമരം നടത്തിയത്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പദ്ധതി. നമുക്കറിയാം ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുക. ഡിസംബർ ഏകദേശം 19-ാം തീയതിയായി. മാർച്ച് 31-നുള്ളിൽ നമുക്ക് ഈ പ്രൊജക്റ്റുകൾ തീരണം. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതി അട്ടിമറിക്കാൻ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവിടെ ചില ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിനെതിരെയാണ് UDF സമരം നടത്തിയത്. അത് വഴിക്കടവ് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് നടന്ന അഴിമതി മറച്ചു വയ്ക്കാനാണ് എന്ന രൂപത്തിൽ CPMൻ്റെ മെമ്പർമാർ ആരോപിക്കുന്നത്. ഒന്നുകിൽ അവർ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഒരുപാട് ഏജൻസികൾ വിവിധങ്ങളായ വർക്കുകൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. സർക്കാരിൻ്റെ ഉത്തരവ് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. വഴിക്കടവ് പഞ്ചായത്ത് നിങ്ങൾക്കറിയാം വലിയൊരു പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ നമ്മുടെ ഈ ഭാഗത്തുള്ളൊരു പഞ്ചായത്താണ് വഴിക്കടവ്. ആ പ്രൊജക്റ്റുകൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഒരു മുഴുവൻ സമയ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വഴിക്കടവിൽ ഉണ്ടായിരുന്നില്ല. പോത്തുകല്ലിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്കായിരുന്നു വഴിക്കടവിൽ ചുമതല ഉണ്ടായിരുന്നത്. അന്നത്തെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് നൽകുകയും NHMൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്തിലെ 4 സബ് സെൻ്ററുകൾ നാരോക്കാവ്, മരുത, മൊടപ്പുഴ, മാമാങ്കര സബ് സെൻ്ററുകൾക്ക് ഓരോ സബ് സെൻ്റർ നിർമ്മാണത്തിനും
55 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവായ സാഹചര്യത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഭരണസമിതിക്ക് ഒരു കത്ത് നൽകി. ഈ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തന്നെ അദ്ദേഹത്തിന് പ്രയാസമുള്ള സാഹചര്യത്തിൽ ഈ വർക്കുകൾ ഏജൻസിക്ക് കൈമാറുന്നതാണ് ഉചിതമെന്ന് ഭരണസമിതി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 21/8/2023 വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠേന FHC, മാമാങ്കര, മരുത, മുടപ്പൈക, നാരോഗ് എന്നീ 4 സബ് സെൻ്ററുകളുടെ കെട്ടിട നിർമ്മാണം നിലവിൽ അധിക ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് യോഗം വിലയിരുത്തി. സ്ഥിരം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് പ്രവൃത്തി ഏജൻസി ഏൽപ്പിക്കുന്ന തീരുമാനം യോഗം അംഗീകരിച്ച് തീരുമാനിച്ചു. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് യാതൊരുവിധ വിയോജനക്കുറിപ്പും പ്രതിപക്ഷ മെമ്പർമാർ ഉന്നയിച്ചില്ല. അവർ തന്നെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. കാരണം വർക്കുകൾ സ്പിൽ ഓവറായി പോകുന്നു. ഇനി സമാനമായിട്ട് തന്നെ നമ്മുടെ തൊട്ടടുത്ത ചുങ്കത്തറ പഞ്ചായത്തിലും പോത്തുകല്ല് പഞ്ചായത്തിലും ഏജൻസി ഏൽപ്പിച്ചു. പഞ്ചായത്ത് ചെയ്യുന്നത് ഏജൻസി ഏൽപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ടെൻഡർ നടപടികൾ നടത്താൻ ഏൽപ്പിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ ടെൻഡർ നടപടി ഏൽപ്പിച്ച് സിൽക്ക് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് അത് കോട്ട് ചെയ്ത്. അവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അത്തരത്തിലുള്ള ടെൻഡറുമായി ബന്ധപ്പെട്ടുള്ള ഭരണസമിതിയുടെ ചുമതല, പങ്ക്, റോൾ അവിടെ അവസാനിക്കുക. ആ ഏജൻസിയാണ് അതിനുള്ളിലുള്ള കോൺട്രാക്ടർമാരെ കണ്ടെത്തുന്നതിന് വേണ്ടി ടെൻഡർ നടത്തുന്നത്. അത് ഭരണസമിതി അല്ല. ആ സിൽക്ക് എന്ന് പറഞ്ഞ ഏജൻസി ടെൻഡർ നടത്തുകയും വഴിക്കടവുകാരനായ ഒരു കോൺട്രാക്ടർ അതിൽ ടെൻഡർ കോട്ട് ചെയ്ത് അദ്ദേഹം സിൽക്കിൻ്റെ ടെൻഡർ ലഭിക്കുകയും ചെയ്തു. തൊട്ടടുത്ത എടക്കര പഞ്ചായത്തുകാരനായ കോൺട്രാക്ടറാണ് ചുങ്കത്തറയിലും പോത്തുകല്ലിലും ഈ സബ് സെൻ്റർ നിർമ്മാണത്തിൻ്റെ ടെൻഡർ എടുത്തതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും 55 ലക്ഷം രൂപയാണ്. പിന്നെ ഇവർ ബോധപൂർവ്വം പ്രചരിപ്പിച്ചത് 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗാണ് വഴിക്കടവിൽ നിർമ്മിക്കുന്നത്, അതിന് 55 ലക്ഷം രൂപ വേണോ? 4 ലക്ഷം രൂപ കൊണ്ട് 600 സ്ക്വയർ ഫീറ്റുള്ള ലൈഫിൻ്റെ വീട് നിർമ്മിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ വന്നിരുന്ന് ചില പ്രത്യേകതരം ആക്ഷനൊക്കെ കാണിച്ചിട്ട്, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, ഈ വാർത്താ സമ്മേളനത്തിൽ തട്ടിവിട്ടത്. ഇത് യാഥാർത്ഥ്യമായി ഒരു പുലബന്ധവുമില്ല, അസംബന്ധം പോലും പോയാണ്. നമ്മുടെ അടുത്ത് രേഖകളുണ്ട്. പോത്തുകല്ല് പഞ്ചായത്തിൽ എൻ്റെ അടുത്തുണ്ട്. പോത്തുകല്ല് പഞ്ചായത്തിൽ 119.78 സ്ക്വയർ മീറ്ററാണ് അവിടുത്തെ പ്ലാൻ. എന്ന് പറഞ്ഞാൽ 1288 സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ് ആണ് പോത്തുകല്ല് പഞ്ചായത്തിലെ വെള്ളിമുറ്റത്ത് അവിടെ നിർമ്മാണം നടക്കുന്നത്. അതിൻ്റെ രേഖകൾ നിങ്ങൾ പരിശോധിക്കാം. NHMന്റെ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ പ്രവൃത്തി സിൽക്ക് എന്ന സംസ്ഥാന ഏജൻസിക്കാണ് നൽകിയത്. ഇടതുപക്ഷം ഭരിക്കുന്ന സമീപ പഞ്ചായത്തുകളിലും ഈ പ്രവൃത്തികൾ ഇതേ ഏജൻസിക്കാണ് നൽകിയത്. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുന്ന പദ്ധതികളിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്താൻ സെക്രട്ടറി നടത്തിയ ശ്രമങ്ങളെ എതിർത്താണ് പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിക്കാൻ കാരണമെന്നും ഇവർ പറഞ്ഞു. വഴിക്കടവിൽ മാത്രം അഴിമതി ആരോപിക്കുന്നത് ഭരണപരമായ നടപടികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്നും ഇത് സംബന്ധിച്ച് ഏതന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും ഇവർ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ, PP ഷിയാജ്, റംലത്ത് നെയ്തക്കോടൻ, നാണി ആലങ്ങാടൻ, ഹഫ്സത്ത് പുളിക്കൽ, ജയ്മോൾ വർഗീസ്, സിന്ധുരാജൻ, മുപ്ര സൈതലവി, CK നാസർ, M സരസ്വതി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.